சாட்டிஸ்ஃபை ஆகலாம். நிறைய கஸ்டமர் இருக்கு கேரளாவில். நமக்கு இங்கே பக்கத்தில் இங்கே நம்ம பாலக்காட்டுலேருந்து எடுத்துக்கிட்டா இப்போ மானந்தவாடி வயநாடு வரைக்கும் எனக்கு சப்ளை இருக்குது. ஒருத்தர் சொல்லி தான் ஒருத்தர் கோழிக்கோடு எல்லா பக்கம் நம்ம கஸ்டமர் இருக்கா. பத்தனந்திட்டா ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിത് കോയമ്പത്തൂർ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു. കോയമ്പത്തൂർ നമ്മൾ ഇവരില്ലേ സൺഡേ മാർക്കറ്റിന് വീഡിയോ എടുക്കാൻ വന്നു. അപ്പം വരുന്ന വഴിക്ക് നമ്മൾ ഇങ്ങനെ കട കണ്ട്, സ്പീക്കറിന് മാത്രമായിട്ടൊരു കട കണ്ട്. അപ്പം ഞങ്ങൾ ഓർക്കുന്നത് അതിനെപ്പറ്റി വീഡിയോ എടുക്കാൻ. ഒരു ഹോൾസെയിൽ കട കേട്ടോ. ഇവിടെ സ്പീക്കേഴ്സിനൊക്കെ ഭയങ്കര വിലക്കുറവുണ്ട്, നല്ല വിലക്കുറവുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഉണ്ട്, കാറ് വെക്കും, മ്യൂസിക് സിസ്റ്റം അങ്ങനെയൊക്കെ ഉണ്ട്, സബ് ഊഫറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇവിടെ ഹോൾസെയിൽ വിലയാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അതിനെപ്പറ്റി ചെറിയതായിട്ട് അതിൻ്റെ ആളോട് നമുക്ക് ചോദിച്ചു പോകാം. ഇവിടെ കുറേ സ്പീക്കറും ആംപ്ലിഫയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ആംപ്ലിഫയറിനൊക്കെ 5000 രൂപ തൊട്ടൊക്കെ നല്ല സൗണ്ടൊക്കെ ഉള്ള നല്ല ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ സ്പീക്കർ ചെറിയ ഏതൊക്കെ വലിപ്പത്തിലുള്ള സ്പീക്കറാണ് അതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ സബ് ഊഫറൊക്കെ 2000 രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. സബ് ഊഫറിന് ചെണ്ടയില്ലേ, അതൊക്കെ 2000 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പല റേറ്റ് ഹോൾസെയിൽ വിലയാണെന്നാണ് പറഞ്ഞത്. പിന്നെ സാധനമൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ അസംബിൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറത്ത് നമ്മളെ ബോക്സ് കണ്ടില്ലേ, അത് ഒരു റെഡിമെയ്ഡ് ചെയ്യുന്ന കേട്ടോ. ചെയ്തിട്ട് ഇങ്ങനെ സ്പീക്കർ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുന്ന ഒത്തിരി സാധനങ്ങളുണ്ട് ഇവിടെ. സർവീസിനൊക്കെ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ സ്പീക്കറൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നമുക്കെന്തെങ്കിലും ആളോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ കടയിലെ മുതലാളി. അപ്പോൾ നമുക്ക് ആളോട് തന്നെ നമുക്ക് കറക്റ്റായിട്ടല്ലേ ചോദിച്ചറിയാം. പറഞ്ഞോ. ഇത് റേറ്റ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് സബ് ഊഫർ ഒരു കാറിലൊക്കെ, ചെറിയൊരു കാറിലൊക്കെ വെക്കാൻ പറ്റും. എൻ്റെ സ്പാർക്ക്, ഷവർലൈറ്റിൻ്റെ സ്പാർക്കാണ്. അപ്പോൾ അതിലൊക്കെ വെക്കാൻ ഒരു നോർമൽ, ഒത്തിരി എന്ന സൗണ്ട് വേണ്ട, നോർമൽ ഇതിനൊക്കെ എത്ര രൂപ സബ് ചെയ്യുന്നതിന്? രണ്ട് ടൈപ്പ് இருக்கு. இதுபோல ஆம்ப் வச்சு ஓகே. அப்புறம் இங்க இருக்கு பாருங்க, இது போல ஆம்ப் வச்சு அதுக்கு சப் ஊஃபர் ஃபிட் ஆக்கி இந்த மாதிரி வயரிங் கிட்ட எல்லாம் ஃபிட் ஆக்குறங்கிறது ஒரு டைப். ഈ വയറിംഗ് കിറ്റ് வச்சு சப் போட்டு பாக்ஸ் போட்டு ஃபிட் பண்றது ஒரு டைப். ஆம்பும் சப்பும் எல்லாம் கூடி வரக்கூடிய டியூப்ங்கிற சாதனம் ஒரு டைப். ரெண்டு டைப் இருக்கு. அதுல ஒரு சின்ன வண்டிக்கு இந்த மாதிரி டியூப் போதும். இதுல வந்து கொஞ்சம் இதெல்லாம் கொஞ்சம் கிளியர். இது இந்த மாதிரி மேக்னெட்ஸு, ஜிசோனிக்கு, வேல்டெக்கு, இது மாதிரிலாம் ரெகுலராக நம்ம பண்ணுது. இதுல லோக்கல் ஐட்டமும் இருக்கு. இது கிளியரு, இதுல லோக்கல் இருக்கு. 2000 ரூபாயிலிருந்து சாதனம் இருக்கு. 2000 രൂപയ്ക്ക് ലോക്കൽ ഇருக்கு. ஆமா, அது வந்து மோஸ்ட்லி பாத்தீங்கன்னா சேல்ஸ் வெஹிக்கிளுக்கு போடுறது. ഓക്കെ. വില കമ്മിയിൽ കേട്ടാ പോതും, വണ്ടി ഇപ്പൊ ഡ്രൈവിംഗ് ഈ കച്ചവടക്കാര് സെയിൽ പണിട്ട് നമ്മ വാങ്ങും. രണ്ടാമത് വണ്ടികൾക്ക് വാങ്ങി ഫിറ്റ് ആക്കി സെയിൽ ആക്കற ആൾക്കാര് അങ്ങനെയുള്ള ലോക്കൽ 2000 രൂപ ഇருக்கு. நல்லதுனா ஒரு 5 രൂപ 5500 രൂപ റേറ്റിൽ ഇருக்கு. മറ്റേത് കംപ്ലൈന്റ് അത് നമ്മുടെ ഹോൾസെയില് 3500 രൂപ 3000 രൂപ നല്ല സാധനം. ഓക്കെ. அதுக்கு மேல 3950 வெரைட்டிஸ் இருக்கு. நேர்ல வந்தா നമുക്ക് കാണിച്ചു കൊടുക്കാം. കസ്റ്റമർക്ക് തന്ന மாதிரி കൊടുക്കാം. ഇത് ഹോൾസെയിൽ റേറ്റ്. ഓക്കെ. പിന്നെ നമുക്ക് ഒരു കാർ മറ്റേ ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ടല്ലോ, മറ്റേ മ്യൂസിക്. ആൻഡ്രോയിഡ് ഇപ്പോൾ എൻ്റെ കുറച്ച് സാധനം தான் இருக்கு. கொஞ்சம் சாதனம் டியூஸ்டே தான் லோடு வரும் பார்சல். ஜிசோனிக் இருக்கு, வேற மோனோ பிளாங்க், ஆன் கார்டு, എങ്ങനെയാ അപ്പോൾ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് വരുന്നത്? இந்த மாதிரிலாம் இருக்கு. இதெல்லாம் நல்ல சாதனம். நல்ல கேமரா, ரிவர்ஸ் கேமரா ഒക്കെ ഉണ്ട്. எல்லாமே மிரர் எல்இடி, ரிவர்ஸ் கேமரா எல்லாமே சேர்ந்து தான் வரும். ഇത് ഫിറ്റിംഗ് അടക്കമാണ് നിങ്ങൾ റേറ്റ് പറഞ്ഞത്? നമ്മൾ കാറിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന വയറിംഗ് കിറ്റിങ് എല്ലാം അടക്കമല്ലേ? ഇതെല്ലാം വയറിംഗ് കിറ്റ് தான். மேலே எப்படி காமிக்கும், அப்படியே பக்கத்துல ஃபுல்லா காமிக்கும். அதெல்லாம் வயரிங். അപ്പോൾ ഈ വയറിംഗ് കിറ്റ് അടക്കമല്ലേ? அதாவது வயரிங் கிட் இருக்கு. இருக்கு. சப் ஊஃபர் 2000 ரூபாயில இருந்து இருக்கு. லோக்கல் லோக்கல் நல்லது. அதுக்கு தகுந்த மாதிரி காஸ்ட்ல இருக்குது. 3000 ரூபாய், 3500 ரூபா, 5500 ரூபா. சப் ஊஃபரே வந்து JBL 12000 ரூபாய்க்கெல்லாம் விற்கும் எம்ஆர்பி. நம்மகிட்ட உங்களுக்கு 8500க்கெல்லாம் இருக்கு. பல வெரைட்டிஸ் இருக்கு. ஓகேங்களா? அது ஸ்ட்ரைட்டா வந்து பார்த்தா தான் தெரியும். அந்த மாதிரி வந்தால் அவங்க கஸ்டமருக்கு தகுந்த மாதிரி கொடுத்துடலாம். அவர் பட்ஜெட்டுக்கு தகுந்த மாதிரி சாதனம் இருக்குது.
அதுக்கு சப்வூஃபர் மாற்ற வீல் கப்லயே நிறைய வெரைட்டிஸ் இருக்கு. இதெல்லாம் கிரில்ஸ். ഓക്കെ. அந்த கிரில்ல ഇവിടെ സർവീസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. സ്പീക്കറിൻ്റെ ഒക്കെ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള സെയിൽസും ആൻഡ് സർവീസ്. ഓക്കെ, ഇതൊക്കെ മാനുഫാക്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഓക്കെ, நிறைய சாதனம் இருக்கு. ഇത് സർവീസിൻ്റെ അല്ലേ? ഓക്കെ ഓക്കെ. இன்னைக்கு சண்டே ஆள்காரெல்லாம் லீவு. ഇന്ന് ഞായറാഴ്ച ഉണ്ട് ലീവ് അല്ലേ? இதெல்லாம் எடுத்துங்க, சர்வீஸ் தான். ഇതൊക്കെ കാർക്ക് വീട്ടുക്ക് ഇതൊക്കെ സർവീസിന് വന്ന സാധനങ്ങളാണ് കേട്ടോ. നമുക്ക് വിശ്വസിച്ചെടുക്കാം. എല്ലാം ഒരു ഗ്യാരണ്ടിയോടുകൂടി നമ്മളെല്ലാം ചെയ്യുന്നത്. പേപ്പർ കോയിൽസ് ഇതിനുള്ളിൽ വരുന്ന ഇതല്ലേ? ഓക്കെ. JBL സർവീസ് ആക്കി നമുക്ക് കൊടുക്കുന്നത്. JBL സബ്വൂഫർ പേപ്പർ എല്ലാം ഉണ്ട് ഇവിടെ അല്ലേ? അപ്പൊ എല്ലാം இருக்கு. இங்க வந்து பாருங்க, காயில் இருக்கு. സ്പീക്കറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കായില് ഇതിന്റെ കോയിലല്ലേ? എല്ലാമേ ഉണ്ട്. എല്ലാം ഉണ്ട് അല്ലേ? നേരിൽ വന്ന് കാണാം. ഞാൻ ഇതിനകത്ത് വീഡിയോക്കകത്ത് നമ്പർ കൊടുക്കാം കേട്ടോ. നമ്പർ കൊടുക്കാം. எது வேணுங்களும் நேரில் வந்து காணிச்சு பண்ணும்போது டிஸ்கஷன் கிளியர் இருக்கும். ஃபோனில் சொல்லும்போது அவர் ஒன்று சொல்லுவோம், நம்ம எது நம்ம நினச்சிக்குவோம். நம்ம ரெகுலர் செட் அவர் வந்து மிஸ் அண்டர்ஸ்டாண்ட் ஆயிடும். நேரில் வந்து சவுண்ட் எல்லாம் கேட்டு பார்த்து வாங்கும்போது சாட்டிஸ்ஃபை ஆகலாம். நிறைய கஸ்டமருக்கு கேரளாவில் நமக்கு இங்கே பக்கத்தில் இங்கே நம்ம பாலக்காட்டுலேருந்து எடுத்துக்கிட்டா மானந்தவாடி வயநாடு வரைக்கும் எனக்கு சப்ளை இருக்கு. ஒருத்தர் சொல்லி தான் ஒருத்தர் கோழிக்கோடு எல்லா பக்கம் நமக்கு கஸ்டமர் இருக்காங்க. பத்தனந்திட்டா, திருச்சூர், கொச்சின் எல்லா இடத்துலையும் நம்ம கஸ்டமர் இருக்குது. சொல்லுங்க, நீங்க சொன்னீங்க மலப்புறம் அதே ஒரு ஆள் சொல்லி தான் ஒரு ஆள் வர்றது. நான் ஒரு சவுண்டு போட்டு எப்படி இருக்குன்னு நீங்க சொல்லியிருங்க, அவ்வளோதான். அப்புறம் வேணுங்கிறவர் ஸ்ட்ரைட்டாக வந்து നോക്കട്ടെ. അപ്പോൾ കാക്ക നമുക്ക് അതിൻ്റെ സൗണ്ട് ടെസ്റ്റ് ചെയ്ത് കാണിക്കാന്നാണ് പറഞ്ഞത്. അസംബ്ലി 2.1. ഓക്കെ. പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ യൂക്കട മാർക്കറ്റിലൊക്കെ ഇങ്ങനെ സബ്വൂഫർ ഇങ്ങനത്തെ കാറിന്റെ ആക്സസറീസ് കിട്ടുന്ന കടകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ റേറ്റ് പറയും, പക്ഷെ നമ്മൾ കസ്റ്റമർ ചെല്ലുമ്പോൾ വേറെ റേറ്റ് ആണ് പറയുന്നത്. ഇങ്ങനെ കസ്റ്റമറൊക്കെ പറയുന്നുണ്ട് പൈസ കൂട്ടി. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ള കാക്ക? ക്ലിയർ ആയിട്ട്. അപ്പൊ ഇതിനകത്ത് റേറ്റ് ഒക്കെ പറയാം. 2000 തൊട്ട് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഈ കാറില് അത് തന്നെ ഈ സെയിലിന് சேல்ஸ் போன வண்டிக்கு அது யூஸ் பண்ற காருக்கு ஃபிட் ஆகுதில்ல. 10ல ஒரு ஆளுக்கு அது சக்சஸ் ஆகும். ஓகே, எல்லாத்துக்கும் சக்சஸ் ஆகும். வண்டிக்கு தகுந்த மாதிரி நல்ல ஐட்டம்லாம் எங்கிட்ட இருக்கு. அது வந்து அவர் காணிச்சு தரலாம். வேணா வண்டிகளை ஃபிட் ஆக்கி காணிச்சு தரலாம். சும்மா இது வந்து நம்ம அசம்பிளி, சும்மா சவுண்ட் கேட்டுக்கோ, எப்படி இருக்குன்னு நீங்க சொல்லிருங்க. ഓക്കെ ഓക്കെ. സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല, നല്ലത്. അതായത് നമ്മളിതിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ട് കേൾക്കൂലേ, ആ ഒരു നല്ല എന്താ ഇതിൽ ഒഴുകി ഇങ്ങനെയുള്ള സൗണ്ട്. അതെല്ലാം അതിൻ്റെ ബാസൊക്കെ ആയാലും നല്ല ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. അത് മുപ്പര് അതിൻ്റെ ഫുള്ള് വോളി ഇട്ടിട്ടില്ല. ഫുള്ള് വോളി ഇടാം, പകുതി വോളി ഇട്ടപ്പോൾ തന്നെ ആ ബോർഡ് വരെ വീഡിയോയിൽ അതിന്റെ സൗണ്ട് കോപ്പിറൈറ്റ് വരും. ഇതിന്റെ റേറ്റ് എത്രയായിരുന്നു? ஆனா இப்போ இந்த சாதனம் இருக்குல்ல, இந்த லுக்கில் பல ரேட்டில் லோக்கலில் விற்கும். இது வந்து 5800 ரூபாய் சாதனம். 2.1 5.1 2500 ரூபாய்க்கு கிட்டும். அது லோக்கல் சாதனம். இது நம்ம ஓன் டிசைனு. நேரில் வந்து உங்களுக்கு சவுண்டு செக் பண்ணால் உங்களுக்கு மனசில் இஷ்டமாகும். ஃபோனில் கேட்டாலும் ஃபோனில் கால் பண்ணியெல்லாம் பேசினாலும் ஒன்றும் தெரியாது. உங்களுக்கு எப்படி இருந்த எஃபெக்ட் எப்படி இருந்தது? சூப்பர், அது நீங்கள் நம்ம சூப்பர் சவுண்டൊക്കെ അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. இதுதான் பேசிக். இதுக்கு மேலே ஹெவியெல்லாம் இருக்கு. 4 സ്പീക്കർ സബ്, 5 സ്പീക്കർ സബ്, 10 സ്പീക്കർ സബ് ഓഫർ പോടുறதല്ല. വലുതൊക്കെ ഉണ്ട് കേട്ടോ. സൗണ്ട് അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ ഇപ്പൊ കേട്ടതാ. എനിക്കത് നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ട്, പക്ഷെ കേൾപ്പിച്ച് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുന്ന സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സൗണ്ട് അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. നിങ്ങൾ ഒരു വട്ടം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ മേടിച്ചില്ലെങ്കിലും നിങ്ങളോട് വന്ന് അതിൻ്റെ ആ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും.
ഞാൻ ആ വീഡിയോ എടുത്ത കൂട്ടത്തിൽ തന്നെ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ കുറേ സ്പീക്കർ അവിടുന്ന് പോയി. ഇപ്പോൾ അവിടുന്ന് ഒരു കസ്റ്റമർ വന്നിപ്പം ഒരു സ്പീക്കർ വന്ന് എടുത്താൽ ഇത് ഇപ്പം ആളത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. கஸ்டமர்கிட்டயும் ரிவ்யூ கேட்டுக்கோங்க. ஒரு 2 வீக்ஸ் முன்னாடி அவருக்கு ஒரு ஆம்ப் கொடுத்துருக்கு. உங்களுக்கு பிடிச்ச ஆம்பா ஸ்பீக்கரா சப்வூஃபர் உங்களுக்கு பிடிச்ச சப்வூஃபர் அது எப்படி இருந்து அதுன்னு சொல்லிடுங்க. நல்லா இருக்கு. സാറ്റിസ്ഫൈഡാ? സൂപ്പറാ ഇരിക്കല്ലേ. ഞങ്ങൾ മലപ്പുറത്തുനിന്ന് വരുവാ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കടയിൽ. കേരള ரத்தனூர்லேருந்து வரேன். ரத்தனூர்லேருந்து இங்கே வரேன். അതെ അല്ലേ? ஓகே. உங்களுக்கு சொல்லி தானே கொடுத்துச்சு. சவுண்ட் எல்லாம் அட்ஜஸ்ட் பண்ணி வச்சா நல்லா லைஃப் வரும். இல்லாட்டி கம்ப்ளைண்ட் வரும். கம்ப்ளைண்ட்னா எப்போ வேணா வாங்க ரெடி ஆக்கி தரும். சாதனம் போச்சுன்னா கூலி. கட் ஆகிட்டு வச்சா ஒன்றும் கம்ப்ளைண்ட் வராது. வண்டிக்கு வைக்கிறக்கா இருக்குட்டாங்க. പോകുന്ന കസ്റ്റമറല്ല, അവർ രത്തന്നൂരിൽ നിന്ന് വന്ന അവർ നല്ല ദൂരമുണ്ട് അവിടുന്ന്. അവിടുന്ന് അപ്പം അത് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അവർ വീണ്ടും. ഇതിന് മുന്നേ ആൾക്കാരൊക്കെ വന്ന് അവർ സ്ഥിരം വരുന്ന ആൾക്കാരൊക്കെ ഒത്തിരിയും പേര് വന്ന് സ്പീക്കറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ വില നല്ല കുറവുണ്ട്, വിലയും കുറവുണ്ട്. പിന്നെ അവൻ പറഞ്ഞില്ല ഇവരവിടുന്ന് അസംബിൾ ചെയ്യുന്ന സാധനങ്ങൾ ഇതൊക്കെ. ഇതിനൊക്കെ ഇതൊരു സൗണ്ടൊക്കെ ഒരു രക്ഷയില്ല. ഇപ്പോൾ അവർക്ക് ആ സ്പീക്കറിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവർ ആളത് ചെക്ക് ചെയ്ത് കൊടുക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പീക്കറൊക്കെ സൗണ്ടൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. സൗണ്ട് ഞാൻ പറയും വെറുതെ പറയുന്നതല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല എന്താ പറയുക, നല്ല ഒഴുകി ഇങ്ങനെയുള്ള സൗണ്ട് ഉണ്ട്. നല്ല രസമുണ്ട് അങ്ങനെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. സബ് ഊഫറൊക്കെ ഞാൻ പറയാം 2000 രൂപയൊക്കെ സബ് ഊഫറുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലതൊക്കെ ആകുമ്പോൾ ഒരു 5 രൂപയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടും. അവർ എല്ലാം ചെയ്തു തരും. നമുക്ക് വണ്ടി നമ്മൾ അവിടെ കൊണ്ടുവന്ന് ചെയ്തു തരും. അല്ലെന്നുണ്ടെങ്കിൽ വയറുൾപ്പെടെ അവർ എല്ലാം നമുക്ക് തന്നു വിടും. നമ്മളവിടെ കൊണ്ടുവന്ന് വരുവാണെങ്കിൽ അത്രയും നല്ല, അവരെല്ലാം പെർഫെക്ഷനായിട്ട് ചെയ്തു തരും. പിന്നെന്താ, പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം എല്ലാ സംഭവമുണ്ട്. എല്ലാം അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ. എല്ലാം 2000 രൂപ ആ റേഞ്ചിലൊക്കെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരിയൊക്കെ കൂടും, റേറ്റും കാര്യങ്ങളൊക്കെ കൂടും. എന്തായാലും ഞാൻ ആടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാർ വിളിച്ചാൽ മതി, ആളെ വിളിച്ചാൽ മതി. ആളെന്തായാലും മാന്യമായിട്ട് റേറ്റ് കുറച്ച് തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. വീഡിയോ പറയുന്ന റേറ്റൊന്നും അല്ല, അവിടെ ചെല്ലുമ്പോൾ മാന്യമായിട്ട് റേറ്റൊക്കെ കുറച്ച് തരാമെന്ന് പറയുന്നുണ്ട്. എനിക്കിത് പാട്ട് കേൾപ്പിക്കണമെന്നുണ്ട്. എനിക്കൊരു പേടി, എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ള പേടി കൊണ്ടാണ് കേട്ടോ ഞാനിത് വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താത്ത. കാര്യം എനിക്ക് കുറേ കോപ്പിറൈറ്റ് കിട്ടിയ വീഡിയോക്കകത്ത്. ഒത്തിരി കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ചാനലിനും അത് ബാധിക്കും. എനിക്കത് നിങ്ങളത് കേൾപ്പിക്കണമെന്നുണ്ട്, എന്ത് ചെയ്യാനാ, നിർവാഹം ഇല്ലാതായിപ്പോയി. പക്ഷേ നിങ്ങളത് ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. അത് അവർക്ക് നല്ല തൃപ്തിയായി കേട്ടോ. സാധനം മേടിച്ച് അവർക്ക് നല്ല തൃപ്തി, അവരുടെ മുഖം കണ്ടാലേ അറിയാത്. ഇവിടെ സ്പീക്കറിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട്. ഇവിടെ സ്പീക്കറിൻ്റെ ആയാലും സബ് ഊഫറൊക്കെ കണ്ടില്ലേ, എനിക്ക് സത്യം പറഞ്ഞ മേടിക്കണം എന്നുണ്ടായിരുന്നു. അന്നേരം ഇനി ബഡ്ജറ്റ് കുറവാണ്. ഇനി പോകുമ്പോൾ ഇൻഷാള്ള ഒരു ബഡ്ജറ്റ് മേടിക്കണം എന്നൊരു സ്പീക്കർ. എനിക്ക് സബ് ഊഫർ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാര്യം വണ്ടിയിൽ വെക്കാനായിട്ട് നമുക്ക് വണ്ടി ഒന്നുകിൽ അവിടെ കൊണ്ടുപോയി ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് എങ്ങനെയും ചെയ്യണം. സ്പീക്കറൊക്കെ എല്ലാം വലിപ്പം സ്മോൾ, ചെറുത് തൊട്ട് വലുത് വരെ ഏതൊക്കെ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം നമ്മൾ ചെയ്തു തരുന്നുണ്ട്. നല്ല വൃത്തിയായിട്ടെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ കുറേ ആൾക്കാർ ഇവിടെ ഇന്ന് സൺഡേ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ആൾ കുറവ്. ഇവിടെ പല ഒരു 30 മുമ്പേ വീഡിയോക്കകത്ത് പറഞ്ഞില്ലേ, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട, എവിടുന്നൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ സാധനങ്ങളൊക്കെ മേടിക്കുന്നൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണേ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുമ്പോൾ 1 കിലോമീറ്റർ മാറി മറക്കട. ഈ കട വരുന്നത് സൺഡേ മാർക്കറ്റിനുള്ളിൽ തന്നെയാണ്, സ്പീക്കർ ഹൗസ്. അപ്പോൾ ഞങ്ങൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്